ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു അവർ ചാനൽ സ്പൈസി ആൻഡ് പേസ്ട്രി. ഇന്ന് നമുക്കൊരു കുക്കീസിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ. പിസ്താഷ്യോ ബട്ടർ കുക്കീസിൻ്റെ റെസിപ്പിയാണ്. ഓരോരോ റെസിപ്പീസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ സ്ഥിരം ഉണ്ടാക്കുന്ന റെസിപ്പിയാണിത്. അപ്പോൾ ഇതിനു വേണ്ടി എന്താ ചെയ്തതെന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് സീവ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് 1/4 കപ്പ് വീറ്റ് ഫ്ലോറും 3/4 കപ്പ് മൈദയും എടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ ഉപ്പ് എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പിസ്താസ് പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 115 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ റൂം ടെമ്പറേച്ചറിൽ എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ പിസ്ത മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 70 ഗ്രാം പൗഡേർഡ് ഷുഗറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഫ്ലഫി ആൻഡ് സ്മൂത്ത് ആവുന്നതിന് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇതുപോലെ ആയതിന് ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ട്രേ ഒന്ന് റെഡിയാക്കാം. ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ബട്ടർ വെച്ച് ഒന്ന് ഗ്രീസ് ചെയ്തും കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പം കുക്കീസൊക്കെ ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാണ് കുക്കി ഡോയിൻ്റെ ടെക്സ്ചർ. ഇനി നമുക്ക് ഓരോ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് അതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഒരു ഫോർക്കിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതുപോലൊന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പിസ്ത അതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും ബേക്ക് ചെയ്യാൻ വെക്കാം. ഇനി 180 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 170 ഡിഗ്രിയിൽ 22 മിനിറ്റ്സ് വെച്ച് ബേക്ക് ചെയ്തെടുത്തേക്കുന്നതാണ്. അപ്പോൾ ഓരോ ഓവൻ്റെ ടെമ്പറേച്ചറൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങളുടെ ഓവൻ്റെ ടൈമും ഒക്കെ നോക്കി ഇതുപോലൊന്ന് ബേക്ക് ആവുന്നതിന് വരെ ചെയ്തെടുത്താൽ മതിയാവും. ബട്ടർ കുക്കീസ് ആയതുകൊണ്ട് നമ്മൾ ബേക്ക് ചെയ്യുന്ന പാടെ അത് സോഫ്റ്റ് ടെക്സ്ചറിലായിരിക്കും. പക്ഷേ അത് തണുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇതുപോലെ കിട്ടും. എല്ലാവർക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.